ഇപ്പോഴും ഗതാഗത കുരുക്കാണ്. 11 ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. അതിൽ 5 എണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ പാലം വരുന്നത്. 30 അതിതീവ്രമായ അപകട മേഖലയുണ്ട്. അതിലൊന്നും ചെയ്യുന്നില്ല. സെക്കൻഡിനുള്ളിൽ ഒരു വാഹനത്തിന് കടന്നു പോകാനാകണം. 100 മീറ്ററിൽ വലിയ നിരയുണ്ടാകാൻ പാടില്ല, വരി രൂപപ്പെടാൻ പാടില്ല. നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പലപ്പോഴും കോടതിയുടെ മുൻപിൽ എത്തിയപ്പോൾ ഒരു തവണ നൽകിയിട്ടുള്ള നിർദ്ദേശമാണത്. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ രാജ്യത്ത് സംസ്ഥാന അതിർത്തി കടന്ന് യാത്ര ചെയ്യുമ്പോഴോ ഒരു നീണ്ട ഹൈവേയുടെയോ എക്സ്പ്രസിലൂടെയോ നമ്മൾ സഞ്ചരിക്കുമ്പോഴോ ഓരോ നിശ്ചിത ദൂരത്തിനപ്പുറവും ഓരോ ടോൾ പ്ലാസ കാണാം. ഇവിടെ നമ്മൾ പണമടയ്ക്കും. ആ പണം പിരിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ആ റോഡുകളുടെ നിർമ്മാണ തുക ചെറിയൊരളവിലെന്നോണം ഓരോ യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുക്കുകയാണ്. ബാക്കി റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കും റോഡിന്റെ മെയിൻ്റെനൻസിനുമുള്ളതാണ്. സർക്കാർ നിശ്ചയിക്കുന്ന അത് സ്വകാര്യ കക്ഷികളാണ് പിരിക്കുക. പണമടയ്ക്കാൻ നമുക്കിപ്പോൾ ഫാസ്ടാഗ് ഉൾപ്പെടെയുള്ള സംവിധാനവുമുണ്ട്. പക്ഷേ എന്തിന് ഞാൻ ഈ പണം അടയ്ക്കണമെന്നൊരു യാത്രക്കാരൻ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് ചോദിച്ചാൽ അതിൽ മറുപടി ഉണ്ടോ ബന്ധപ്പെട്ട അധികൃതർക്കെന്നുള്ളതാണ്. ഗതാഗത കുരുക്കിൽപ്പെട്ട് അപകടത്തിലായ ആളുകൾ, അടിയന്തര ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്താൻ വൈകുന്നവർ, മരണ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവർ, അഭിമുഖങ്ങൾ മിസ്സായവർ, ഇവരോടൊക്കെ എന്തു പറയാനാകും? അപ്പോൾ ഇതിലൊന്നും സർക്കാരിന് കൃത്യമായിട്ടൊന്നും ഉത്തരവൊന്നും പറയാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ തന്നെ കോടതി പറയുന്നു എന്നുള്ളതാണ്. ആദ്യം റോഡും ഗതാഗത കുരുക്കുമൊക്കെ പരിഹരിക്കണം, പിന്നെ പിരിക്കാമെന്നുള്ളതാണ്. 4 ആഴ്ചത്തേക്ക് കോടതി ടോൾ പിരിവ് തടഞ്ഞിരിക്കുന്നു. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ദേശീയ ഹൈവേ അതോറിറ്റിക്കെതിരെ കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ബിനിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം നൽകും. ബിനിൽ, കുറെ കാലമായി ഈ പാലിയേക്കരയിലെ പ്രശ്നം അത് കോടതിയുടെ മുൻപിലേക്ക് വരികയും ഒരുപാട് ഹർജികൾ പല ആളുകൾ, വളരെ സാധാരണക്കാരുൾപ്പെടെ നൽകിയിട്ടുള്ള പല ഹർജികൾ, ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 4 ആഴ്ചത്തേക്ക് പിരിക്കേണ്ട ഈ പെരുവഴിയിലെ പിരിവെന്നുള്ളത്. കോടതി ഇതിൽ ഏതൊക്കെ ഹർജികളാണ് നിലവിൽ ഇതിന്റെ പശ്ചാത്തലമായിരിക്കുന്നത്? എങ്ങനെയാണ് കോടതിയുടെ നിർദ്ദേശം? ഒപ്പം തന്നെ ഹൈവേ അതോറിറ്റിക്കെതിരെയുള്ള രൂക്ഷ വിമർശനമുണ്ട്. എന്തൊക്കെയാണ് കോടതിയുടെ ചോദ്യങ്ങൾ? ഇടപ്പള്ളിക്കും മണ്ണൂത്തിക്കുമിടയിൽ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പാലിയേക്കരയിൽ ടോൾ കൊടുക്കാത്തവരും. നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് ആ റോഡ് നിർമ്മാണത്തിന് വേണ്ടി വന്നതിൻ്റെ എത്രയോ ഇരട്ടി പണം ഇപ്പോൾ തന്നെ പിരിച്ചെടുത്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് കോടി രൂപ. പക്ഷേ ഒരു സേവനവും നൽകാതെ ഇപ്പോഴും ആ ടോൾ പിരിവ് തുടരുകയാണ്. 7 ഇടത്താണ് അവിടെ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്താൻ മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോഴും ടോൾ പിരിവിന് യാതൊരു തടസ്സവുമില്ല. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് ദേശീയപാതയ്ക്ക് ഓരത്തുള്ള മറ്റ് ടോൾ ഇല്ലാത്ത റോഡുകളിലൂടെ. അവിടെ സഞ്ചരിക്കുമ്പോഴും നമ്മൾ ഈ ടോൾ കൊടുക്കേണ്ട അവസ്ഥ. ഇതാണ് ഹൈക്കോടതിയിൽ ഷാജി കോടങ്കണ്ടത്തെന്ന കോൺഗ്രസ് നേതാവ് ചോദ്യം ചെയ്തത്. ടോൾ പിരിവ് അടിയന്തരമായി തടയണമെന്നായിരുന്നു ആവശ്യം. ദീർഘനാളായി ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. എന്തായാലും ഇന്ന് കോടതിയിൽ നിന്ന് ശക്തമായൊരു ഇടപെടലാണ് വന്നിരിക്കുന്നത്. ആ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്കാണ് കോടതി തടഞ്ഞിരിക്കുന്നത്. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇനിയും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ആലോചിച്ച് ആ ഗതാഗത പ്രശ്നത്തിനൊരു പരിഹാരം NHAI ഉണ്ടാക്കണമെന്നതാണ്. അതായത് ഈ 4 ആഴ്ച സമയം നൽകിയിരിക്കുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാണ്. കാരണം ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനൊക്കെ വന്ന് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 3 ആഴ്ച കൊണ്ട് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഒരു 4 ആഴ്ച സമയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ വേണമെങ്കിൽ ഹൈക്കോടതിക്ക് അത് പരിശോധിച്ച് വീണ്ടും ഈ ടോൾ പിരിവ് തടയുന്നത് നീട്ടിക്കൊണ്ടുപോകാനും കഴിയും. എന്തായാലും ഇതുവരെ ഇല്ലാത്തൊരു ഇടപെടലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗതാഗത തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ആയിരക്കണക്കിന് എത്രമാത്രം ആളുകളാണ് കടന്നു പോകുന്നത്? 1000 ഒന്നും ആയിരിക്കില്ല, അത് 10000 ആളുകളായിരിക്കും കടന്നു പോകുന്നത്. ദിവസേന ആയിരക്കണക്കിന് കടന്നു പോകുന്നുണ്ടാവും. ആളുകൾക്കൊക്കെ ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യം എന്നുള്ളത് മാത്രമല്ല, അതൊരു വൈകാരികമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഒക്കെ വിജയം എന്ന് കൂടി ഒരു പക്ഷേ ഇന്ന് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഇടക്കാല ഉത്തരവിനെ നമുക്ക് വിശേഷിപ്പിക്കാനും കഴിയും. എന്തായാലും ഇതിൽ വിജയം അത് ജനങ്ങളുടെ വിജയം എന്നുള്ളതാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ഇനി പൊതുജനം പറയട്ടെ. ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഇത് നിർത്തിവെച്ചിട്ടുണ്ടെന്ന് പറച്ചിലല്ലാണ്ട് ഇത് നിർത്താറുണ്ടോ? ഇല്ല. ജനങ്ങളെ എന്തോരം ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റും അത്രയും ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ടോൾ കൊണ്ട് നമ്മൾ നടക്കുന്ന കാര്യം. തൽക്കാലം ഇത് കോടാനുകോടി പിരിച്ച് തീർന്ന് 3 പാലത്തിന്റെ കാശ് വാങ്ങി എന്നിട്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഇത് സഹിക്കണം.
അത് നല്ല കാര്യമാണ്. കാരണം വളരെ ശോചനാവസ്ഥയാണ് റോഡിൻ്റെ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. കാരണം ഒരു നിശ്ചിത സമയത്ത് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വരുമ്പോൾ ഒരു മണിക്കൂറോളം ചിറങ്ങര ബ്ലോക്കിൽ പെട്ടത്. കുഴപ്പമില്ല, നല്ല ഉദ്യോഗമാണ്. ഞങ്ങൾ ഈ ദുരിതയാത്ര ഒന്ന് അവസാനിച്ചിട്ട് വലിയ ഉപകാരമായിരുന്നു. ഈ ടോളെ നിർത്തി കളയണം, പിരിവല്ല നിർത്തണം, ടോളന്നെ എടുത്ത് കളയണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് സാധാരണക്കാരെ ജനങ്ങൾക്ക് പറയാനുള്ളതാണ്. സാധാരണക്കാർക്ക് പറയാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാലിയേക്കരയിലെ പിരിവിനെ പറ്റി ഒന്ന് നോക്കാം. ഏത് വർഷം മുതലാണ് ഈ പിരിവ് തുടങ്ങിയത്, ഇതിന്റെ പശ്ചാത്തലം എന്തെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതിന്റെ ചരിത്രം മുതലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പാലിയേക്കരയിലെ ടോൾ പിരിവ് ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെയുള്ള സ്ട്രെച്ച് 62 കിലോമീറ്റർ ദൂരം. അവിടെ 2012 മുതലാണ് ഈ പിരിവ് തുടങ്ങുന്നതെന്ന് പറയുന്നത്. അതായത് അന്നത്തെ നിർമ്മാണ ചെലവ്, ഈ പാതയുടെ നിർമ്മാണ ചെലവ് 721 കോടി രൂപയാണ്. അപ്പോൾ 721 കോടി രൂപ ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടോൾ പിരിവെന്ന് പറയുന്നത് ഈ നിർമ്മാണ തുക, ചെലവായിട്ടുള്ള തുക അത് ജനങ്ങളിൽ നിന്ന് ഈടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പിരിവ് തുടങ്ങുന്നത് നോക്കൂ, അത് 2012 ആ പിരിവ് തുടങ്ങുന്നത്. 2012 മുതൽ നമ്മൾ ഇപ്പോൾ 2025 വരെ നോക്കുകയാണെങ്കിൽ 2025 ഫെബ്രുവരി 1521 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ളതാണ്. ഈ 1521 കോടി രൂപ 721ന്റെ ഇരട്ടിയിലധികമാണെന്നുള്ളതാണ്. അതായത് അത്രമാത്രം തുക ഇതിനകം പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അധിക തുക ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നു എന്നുള്ളൊരു പ്രധാന പരാതി പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിന്റെ കണക്ക് കൂടിയാണ് നമുക്കിപ്പോൾ വ്യക്തമായത്. ഇനി ഇതിന്റെ മറ്റു പശ്ചാത്തലങ്ങളിൽ നോക്കുമ്പോൾ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനിയാണ് ഇവിടെ ടോള് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് കരാർ വീഴ്ച ഉൾപ്പെടെ ഉണ്ടായിട്ട് ദേശീയപാത അതോറിറ്റി തന്നെ ഇവർക്ക് പിഴ ചുമത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നിലവിൽ സുരക്ഷാ ഓഡിറ്റിന്റെ പരിശോധന ഉണ്ടായ സമയത്ത് സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമായിട്ട് ഈ മണ്ണൂത്തി വരെയുള്ള ഈ പാതയിൽ 11 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഈ പലതരത്തിൽ റോഡിലെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുള്ള ഇടങ്ങൾ. അപ്പോൾ ആ 11 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ആകെ 5 ഇടത്ത് മാത്രമാണ് ഇനിയും എന്തെങ്കിലും ഒരു പരിഹാരത്തിനുള്ള നടപടി തുടങ്ങിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് വന്നത്. മാത്രമല്ല, ഈ അപകട സാധ്യതയുള്ള ജംഗ്ഷനുകൾ, അങ്ങനെ അപകട സാധ്യതയുള്ള 20 ജംഗ്ഷനാണ് ഈ പാതയിൽ 62 കിലോമീറ്റർ ദൂരത്തിലുള്ളത്. ആ 20 ജംഗ്ഷനും അതുപോലെ തന്നെ നിൽക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസവും എത്രമാത്രം യാത്രക്കാരാണ് കടന്നു പോകുന്നത് നമുക്കറിയാം. 42,000 വാഹനങ്ങൾ ഓരോ ദിവസം ഈ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് കണക്ക്. അതായത് 52 ലക്ഷം രൂപ ഒരു ദിവസം ഇവിടെ നിന്ന് പിരിച്ചെടുക്കുന്നു ടോളായി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നൽകുന്ന തുക അത് കൂടി എത്രമാത്രം വലിയ തുകയാണ് ഓരോ ദിവസവും ഈ കമ്പനി പിരിച്ചെടുക്കുന്നത്. അതിന്റെ ഈടാക്കുന്ന ഓരോ യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്ന തുകയുൾപ്പെടെ വിമർശനത്തിനും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടായ ഹർജികൾ വന്ന് ആ ഹർജികൾ പരിശോധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്.